എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, ഫോട്ടോഗ്രാഫിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് ലൈറ്റ്, അതായത് വെളിച്ചം എന്നത്. അത് ചിലപ്പോൾ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആയിരിക്കാം, ഇല്ലെങ്കിൽ നാച്ചുറൽ ലൈറ്റ് ആയിരിക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആസ്ട്രോ ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള 3 വ്യത്യസ്ത ലൈറ്റുകളെ കുറിച്ചാണ്. സൂര്യൻ ഹൊറൈസൺ ലൈനിൽ ടച്ച് ചെയ്യുമ്പോൾ, അതായത് ആ 0 ഡിഗ്രിയിൽ എത്തുമ്പോഴാണ് സൺസെറ്റ് അല്ലെങ്കിൽ സൺറൈസ് നടക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി ആ 0 ഡിഗ്രിയിൽ നിന്നും സൂര്യൻ താഴേക്ക് -6 ഡിഗ്രിയിലേക്ക് എത്തുന്ന ആ ഒരു സമയത്തെ സിവിൽ ട്വൈലൈറ്റ് എന്നാണ് പറയുക. ട്വൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ സന്ധ്യ എന്ന് പറയും. സോ ആ 0 ഡിഗ്രിയിൽ നിന്ന് -6 വരെ എത്തുന്നതിനെ സിവിൽ ട്വൈലൈറ്റ് എന്നാണ് പറയുക. ഈ സമയത്ത് ആകാശത്തിന് റെഡ്, ഓറഞ്ച്, ബ്ലൂ, മജന്ത എന്നീ കളറുകളെല്ലാം കൂടി ചേർന്നിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. ഈ സിവിൽ ട്വൈലൈറ്റ് സമയത്ത് സിറിയസ് പോലുള്ള നക്ഷത്രമോ അല്ലെങ്കിൽ വീനസ് പോലുള്ള ഗ്രഹമോ ഇങ്ങനെയുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രഹങ്ങളോ നക്ഷത്രങ്ങളോ മാത്രമേ നമുക്ക് ഈ സിവിൽ ട്വൈലൈറ്റ് സമയത്ത് ആകാശത്ത് കാണാൻ കഴിയുകയുള്ളൂ. സിവിൽ ട്വൈലൈറ്റ് സമയത്ത് ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി മാത്രമല്ല, പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഈ സിവിൽ ട്വൈലൈറ്റ് സമയത്ത് ഞാൻ എടുത്തുള്ള ചില ഫോട്ടോസ് എനിക്ക് കാണിച്ചു തരാം. ഇനി -6 ഡിഗ്രിയിൽ നിന്നും താഴേക്ക് വീണ്ടും -12 ഡിഗ്രി വരെ എത്തുന്ന ആ ഒരു സമയത്തിന്, അതായത് -6 ഡിഗ്രിയിൽ നിന്നും സൂര്യൻ -12 ഡിഗ്രി വരെ സഞ്ചരിക്കുന്ന ആ സമയത്തെ നോട്ടിക്കൽ ട്വൈലൈറ്റ് എന്നാണ് പറയുക. ഈ സമയത്തായിരിക്കും സ്കൈ കൂടുതൽ ഡാർക്ക് ബ്ലൂ കളറിലേക്ക് മാറാൻ തുടങ്ങുക. ഈ സമയത്ത് ഞാൻ എടുത്തുള്ള ചില ഫോട്ടോസ് കാണിച്ചു തരാം. ഇനി -12 ഡിഗ്രിയിൽ നിന്നും സൂര്യൻ -18 ഡിഗ്രി വരെ, അതായത് -18 ഡിഗ്രി വരെ സഞ്ചരിക്കുന്ന ആ ഒരു സമയത്തെ ആസ്ട്രോണമിക്കൽ ട്വൈലൈറ്റ് എന്നാണ് പറയുക. ഈ സമയത്ത് ആകാശം കൂടുതൽ ഇരുട്ടാകുകയും കൂടുതൽ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ ആകാശത്ത് തെളിഞ്ഞു വരാനും തുടങ്ങും. പക്ഷേ നെബുലയോ അല്ലെങ്കിൽ ഗാലക്സിയോ ഒന്നും ഈ സമയത്ത് നമുക്ക് ആകാശത്ത് കാണാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഒട്ടും ലൈറ്റ് പൊല്യൂഷൻ ഇല്ലാത്ത ഒരു സ്ഥലത്താണ് നിങ്ങളെങ്കിൽ എല്ലാ ടൈപ്പ് ആസ്ട്രോണമിക്കൽ ഒബ്ജക്ട്സിനെയും ഒബ്സർവ് ചെയ്യാനും ഫോട്ടോ എടുക്കാനും പറ്റിയ ഏറ്റവും നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈമാണ് ആസ്ട്രോണമിക്കൽ ട്വൈലൈറ്റിൻ്റെ അവസാന സമയങ്ങൾ. അതായത് സൂര്യൻ -18 ഡിഗ്രിയിലേക്ക് അടുക്കുമ്പോഴാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സമയം. 18 ഡിഗ്രി കഴിഞ്ഞ് സൂര്യൻ താഴേക്ക് പോകുന്ന ആ സമയത്തെ ഡാർക്ക് നൈറ്റ് എന്നാണ് പറയുക. പിന്നെ നമുക്ക് ആകാശഗംഗയും നെബുലയും ഒക്കെ നമുക്ക് കണ്ണുകൊണ്ടും കാണാം, ഫോട്ടോ എടുക്കാനും കഴിയും. ഈ സമയത്ത് ഞാൻ എടുത്തുള്ള ചില ഫോട്ടോസ് നോക്കാം. ഇപ്പം ഞാൻ 3 ട്വൈലൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞു: സിവിൽ ട്വൈലൈറ്റ്, നോട്ടിക്കൽ ട്വൈലൈറ്റ്, ആസ്ട്രോണമിക്കൽ ട്വൈലൈറ്റ്. തീർച്ചയായും ഇനി നിങ്ങളുടെ സംശയം സൂര്യൻ ഈ എലവേഷനിൽ, അതായത് -6 ഡിഗ്രിയിൽ, -12 ഡിഗ്രിയിൽ, -18 ഡിഗ്രിയിൽ എത്തി എന്നുള്ളത് നമ്മൾ എങ്ങനെ അറിയും എന്നുള്ളതാണ്. അതിനൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ ഡീറ്റെയിൽസും അറിയാം, മുൻകൂട്ടിയും അറിയാം. സിവിൽ ട്വൈലൈറ്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നോട്ടിക്കൽ ട്വൈലൈറ്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആസ്ട്രോണമിക്കൽ ട്വൈലൈറ്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നൊക്കെയുള്ള എല്ലാ ഡീറ്റെയിൽസും ആ വെബ്സൈറ്റിലുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ 3 ട്വൈലൈറ്റും ഈവനിങ് മാത്രമല്ല, ഇത് മോർണിംഗും ഉണ്ടാവും. അതായത് ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുക. അതായത് ആദ്യം വരുന്നത് ഡാർക്ക് നൈറ്റ് ആയിരിക്കും. ഡാർക്ക് നൈറ്റ് അവസാനിക്കുന്നത് -18 ഡിഗ്രിയിൽ എത്തുമ്പോഴാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് -18 ഡിഗ്രിയിൽ നിന്ന് -12 വരെ ആയിരിക്കും സൂര്യൻ സഞ്ചരിക്കുക. കാരണം സൺറൈസിന് മുകളിലേക്കാണല്ലോ സൂര്യൻ വരിക. 12 വരെ വരുമ്പോഴേക്ക് ആസ്ട്രോണമിക്കൽ ട്വൈലൈറ്റ് ആയിരിക്കും. 12 നിന്ന് -6ലേക്ക് എത്തുമ്പോൾ നോട്ടിക്കൽ ട്വൈലൈറ്റായി. പിന്നെ -6 നിന്ന് 0യിലേക്ക് എത്തുന്നത് വരെ സിവിൽ ട്വൈലൈറ്റായി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൺറൈസ്. സോ ഇത് ഈവനിങ് ഞാൻ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മോർണിംഗിൽ നടക്കുക. അപ്പോൾ ഇനി നിങ്ങൾ ഫോട്ടോ എടുക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫി പ്ലാൻ ചെയ്യുമ്പോൾ ഇതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ലൈറ്റാണ് നിങ്ങളുടെ ഫോട്ടോ, ഏത് കളറിൽ വേണം എന്നുള്ളത്, ഏത് ലുക്കിൽ വേണം എന്നുള്ളത് ഇനി നിങ്ങൾക്ക് ഇത് നോക്കി പ്ലാൻ ചെയ്യാവുന്നതാണ്. ട്വൈലൈറ്റിനെ കുറിച്ചുള്ള
ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ എഫേർട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിങ്ങളുടെ സംശയങ്ങളോ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ എടുത്തുള്ള ഫോട്ടോസ് എല്ലാം കാണുവാൻ വേണ്ടിയിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങൾക്ക് നോക്കാം. ഷാജഹാൻ.photo എന്നാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ID. ഇനി നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ 500 പിക്സിൽ എൻ്റെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇതാണ് 500 പിക്സിലെ എൻ്റെ വെബ് അഡ്രസ്സ്. അതിൽ എൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയൊരു ദിവസം കാണാം. ബൈ.